യുഎസ് സർക്കാർ ഭാഗിക അടച്ചുപൂട്ടലിലേക്ക്. ട്രംപിന്റെ ജനദ്രോഹ നടപടികൾ കൊണ്ട് യുഎസ് ജനത പൊറുതിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണിത്. അതിനിടയിലാണ് സർക്കാർ അടച്ചുപൂട്ടലിലേക്ക് എത്തി നിൽക്കുന്നത്. 2026 ബജറ്റിന് യുഎസ് അംഗീകാരം നൽകാതിരുന്നതിന് പിന്നാലെയാണ് ഈ സംഭവം. ബജറ്റിന് അംഗീകാരം നൽകാനുള്ള സമയപരിധി ജനുവരി 30 അർദ്ധരാത്രി അവസാനിച്ചു. പിന്നാലെയാണ് ഭാഗിക ഷട്ട്ഡൌണിലേക്ക് യുഎസ് സർക്കാർ കടന്നത്. ഇതോടെ അവസ്ഥ വിഭാഗത്തിൽ ഉൾപ്പെടാത്ത നിരവധി സർക്കാർ സേവനങ്ങളുടെ പ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിലുള്ള കുടിയേറ്റ നിർവഹണത്തെ ചൊല്ലിയുള്ള രൂക്ഷമായ രാഷ്ട്രീയ ഭിന്നതകൾക്കിടയിലും അർദ്ധരാത്രിക്ക് മുൻപ് ഫെഡറൽ ബജറ്റ് അംഗീകരിക്കാൻ കോൺഗ്രസ് പരാജയപ്പെട്ടതിനെ തുടർന്ന് ശനിയാഴ്ച പുലർച്ചെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സർക്കാർ ഭാഗികമായി അടച്ചുപൂട്ടപ്പെട്ടത്. പുലർച്ചെ 12:01 ഫണ്ടിംഗ് കാലതാമസം പ്രാബല്യത്തിൽ വന്നു. എന്നിരുന്നാലും ഇരു പാർട്ടികളിലെയും നിയമനിർമ്മാതാക്കൾ ഷട്ട്ഡൌൺ ഹ്രസ്വകാലത്തേക്കായിരിക്കുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്തയാഴ്ച ആദ്യം സെനറ്റ് പിന്തുണയുള്ള ഫണ്ടിംഗ് കരാറിൽ പ്രതിനിധി സഭ വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട കാലതാമസത്തിനു ശേഷം 71-നെതിരെ 29 എന്ന ഉഭയകക്ഷി വോട്ടിന് സെനറ്റ് ഒരു താൽക്കാലിക ചിലവ് പാക്കേജ് പാസാക്കി. എന്നിരുന്നാലും പ്രതിനിധി സഭ ഇതിനകം തന്നെ പിരിഞ്ഞിരുന്നു. തിങ്കളാഴ്ച വരെ വീണ്ടും യോഗം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. തൽഫലമായി ഫണ്ടിംഗ് സമയപരിധി പാലിക്കുന്നതിൽ പരാജയപ്പെട്ടത് സ്തംഭിച്ച നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ബജറ്റുകളുള്ള ഫെഡറൽ ഏജൻസികളുടെ ഭാഗിക അടച്ചുപൂട്ടലിന് കാരണമായി. മിനിയാപോളിസിൽ ഫെഡറൽ ഇമിഗ്രേഷൻ ഏജന്റുമാർ 2 പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് നിലവിലെ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് തന്ത്രങ്ങളോടുള്ള ഡെമോക്രാറ്റിക് എതിർപ്പാണ് ചർച്ചകൾ തകരാൻ കാരണമായത്. ആഭ്യന്തര സുരക്ഷാ വകുപ്പിനുള്ള ധനസഹായം പുനഃക്രമീകരിക്കണമെന്നും ഫെഡറൽ ഏജന്റുമാരുടെ പെരുമാറ്റത്തിൽ കർശനമായ മേൽനോട്ടവും പുതിയ പരിധികളും ഉൾപ്പെടുത്തണമെന്നും അതിനു മുൻപ് വകുപ്പിന് ധനസഹായം നൽകുന്നത് തുടരാൻ സമ്മതിക്കണമെന്നും ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെട്ടു. മിനസോട്ടയിലെ ഏറ്റവും വലിയ നഗരമായ മിനസോട്ടയിൽ ട്രംപ് ഉത്തരവിട്ട കുടിയേറ്റ നിയന്ത്രണങ്ങളിൽ വർധനവുണ്ടായതിനെ തുടർന്ന് DHS പ്രവർത്തനങ്ങൾക്ക് ചുറ്റുമുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടെയാണ് സംഭവം. ഫെഡറൽ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിൽ നിരവധി മാറ്റങ്ങൾ വരുത്തണമെന്ന് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെടുന്നു. റോവിംഗ് പെട്രോളിംഗ് അവസാനിപ്പിക്കുക, ബോഡി ക്യാമറകളുടെ നിർബന്ധിത ഉപയോഗം, മുഖംമൂടി ധരിക്കുന്ന ഏജന്റുമാർക്ക് നിരോധനം, ആഭ്യന്തര DHS ഉദ്യോഗസ്ഥരിൽ നിന്നും പകരം ജഡ്ജിമാരിൽ നിന്ന് ഏജന്റുമാർ സെർച്ച് വാറന്റുകൾ നേടണമെന്ന നിബന്ധന എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ നിർദ്ദേശങ്ങളിൽ ചിലത് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് റിപ്പബ്ലിക്കന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ DHS ഫണ്ടിംഗ് ഒറ്റപ്പെടുത്തുന്നതിനുള്ള വിശാലമായ ചിലവ് ബിൽ തകർക്കുന്നതിനെ ഇതുവരെ എതിർത്തിട്ടുണ്ട്. സെനറ്റ് അംഗീകരിച്ച പദ്ധതി പ്രകാരം DHSനുള്ള ധനസഹായം 2 ആഴ്ചത്തേക്ക് നീട്ടും. ഇത് നിയമനിർമ്മാതാക്കൾക്ക് കുടിയേറ്റ നിർവഹണ തന്ത്രങ്ങളിലെ നിയന്ത്രണങ്ങൾ ചർച്ച ചെയ്യാൻ അധിക സമയം അനുവദിക്കുകയും മറ്റ് സർക്കാർ ഏജൻസികൾക്ക് ദീർഘകാല തടസ്സങ്ങൾ തടയുകയും ചെയ്യും. വിശാലമായ ബജറ്റിൽ നിന്നും DHS ഫണ്ടിംഗ് വേർതിരിക്കുന്നതാണ് ഈ നിർദ്ദേശം. ഇത് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുമ്പോൾ പെന്റഗൺ, തൊഴിൽ വകുപ്പ് തുടങ്ങിയ വകുപ്പുകൾക്ക് ധനസഹായം നൽകുന്നത് തുടരാൻ കോൺഗ്രസിനെ പ്രാപ്തമാക്കും. 1977 മുതൽ US ഗവൺമെന്റിന് 3 ദിവസമോ അതിൽ കുറവോ നീണ്ടു നിൽക്കുന്ന 10 ഫണ്ടിംഗ് വിടവുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. അവയിൽ മിക്കതും യഥാർത്ഥ ലോകത്ത് പരിമിതമായ സ്വാധീനം ചെലുത്തുന്നവയാണെന്ന് കോൺഗ്രസ് റിസർച്ച് സർവീസ് പറയുന്നു. കുടിയേറ്റ തർക്കം ഒരു നീണ്ട അടച്ചുപൂട്ടലിലേക്ക് നീങ്ങാതിരിക്കാൻ ഇരു കക്ഷികളും പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിയമനിർമ്മാതാക്കൾ ഊന്നിപ്പറഞ്ഞു. 2025 അവസാനത്തിൽ 43 ദിവസം നീണ്ടുനിന്ന വിമാനയാത്ര, ഭക്ഷ്യസാധന പദ്ധതികൾ തടസ്സപ്പെടുത്തിയ ലക്ഷക്കണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിട്ട US സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏകദേശം $11 ബില്യൺ നഷ്ടമുണ്ടാക്കിയ ഏറ്റവും പുതിയ അടച്ചുപൂട്ടലിൽ നിന്ന് ഇത് വ്യത്യസ്തമാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.